സ്റ്റഡി ലീവ് നിങ്ങൾ ആക്റ്റീവായിട്ട് പഠിച്ച ഒരു 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 രീതിയില്ലേ, ആ ഒരേ രീതിയിൽ നിങ്ങൾ സ്റ്റഡി ലീവിന് പഠിച്ച ആക്റ്റീവായിട്ടുള്ള അതേ പഠന രീതി അടുത്ത ഒരു വർഷത്തേക്ക് നിങ്ങൾ അഡോപ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് സിവിൽ സർവീസ് പരീക്ഷ പാസ്സാകാം. സിവിൽ സർവീസസ് എക്സാമിനേഷൻ, IAS പരീക്ഷ, എല്ലാവരും IAS പരീക്ഷ എന്നറിയപ്പെടുന്ന സിവിൽ സർവീസസ് പരീക്ഷയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയാണ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത്. എൻ്റെ പേര് പ്രീസ്ലി ഷാ, കോംബോ സ്കൂൾ ഓഫ് സിവിൽ സർവീസസിൻ്റെ ഡയറക്ടറാണ്. സിവിൽ സർവീസസ് പരീക്ഷ എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലോട്ട് ആദ്യം ഓടി വരുന്നത് IAS എക്സാം എന്നാണല്ലേ. IAS എക്സാം എന്ന് പറയും. പക്ഷേ സിവിൽ സർവീസസ് പരീക്ഷ എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അതായത് 23 സർവീസസിലോട്ടുള്ള ഒരു സിംഗിൾ എക്സാമാണ് സിവിൽ സർവീസസ് എക്സാം എന്ന് പറയുന്നത്. അതും ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പോസ്റ്റിലോട്ടുള്ള 23 പോസ്റ്റിലോട്ടുള്ള എക്സാമാണ് സിവിൽ സർവീസ് എക്സാം. അതിൽ ഏറ്റവും ടോപ്പ് റാങ്ക് ഉള്ളവർക്ക് കിട്ടുന്ന സർവീസാണ് IAS, IPS, IFS, ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, ഇന്ത്യൻ പോലീസ് സർവീസ്, ഇന്ത്യൻ ഫോറിൻ സർവീസ് അടങ്ങിയ 23 സർവീസസിലോട്ടുള്ള ഒരു സിംഗിൾ പരീക്ഷ. ഒത്തിരി ചർച്ചകൾ നടന്നിട്ടുള്ളൊരു ഒരു ഒരു പരീക്ഷയാണിത് അല്ലേ. ഒത്തിരി ആൾക്കാർക്ക്, കാരണം ജനറലി സിവിൽ സർവീസ് പരീക്ഷ എന്ന് പറയുമ്പം മദർ ഓഫ് ഓൾ എക്സാംസ് എന്നൊക്കെയാണ് നമ്മൾ സാധാരണ പറയുന്നത്. അപ്പം ശരിക്കും ഇത് മദർ ഓഫ് ഓൾ എക്സാംസ് ആണോ? ഏറ്റവും ടഫസ്റ്റ് എക്സാം ആണോ? അതും ഏറ്റവും ടോപ്പ് ലെവലുള്ള ആൾക്കാർക്ക് മാത്രം ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആണോ എന്നൊക്കെയുള്ള കുറേ സംശയങ്ങളുണ്ട്. സോ അതിനൊക്കെ ഉള്ള ഉത്തരവായിട്ടാണ് ഇന്ന് നമ്മൾ ഈ പോഡ്കാസ്റ്റ് ചെയ്യുന്നത്. റൈറ്റ്. സോ സിവിൽ സർവീസസ് എക്സാമിനെ കുറിച്ച് ആദ്യം ആർക്ക് ഒക്കെ അപ്ലൈ ചെയ്യാം, അതായത് ഇന്ത്യയിൽ ഗ്രാജുവേറ്റായ, അതായത് ഒരു നോർമൽ ഗ്രാജുവേഷനുള്ള ആർക്കും ഈ സിവിൽ സർവീസസ് എക്സാമിനേഷന് അപ്പിയർ ചെയ്യാം. അപ്പം അവിടെ ചോദിക്കും, ഈ നോർമൽ ഗ്രാജുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പെർസെൻറ്റേജ് മാർക്ക് വേണം? ഏറ്റവും രസകരമായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ സിവിൽ സർവീസ് എക്സാമിനേഷന് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞൊരു കാര്യമില്ല. നിങ്ങളൊരു ജസ്റ്റ് പാസ് ഡിഗ്രി ഉണ്ടെങ്കിലും നിങ്ങൾക്ക് സിവിൽ സർവീസ് പരീക്ഷ അപ്ലൈ ചെയ്യാം. പലർക്കും അറിയാൻ പറ്റാത്ത കാര്യമാണ്. കാര്യം സിവിൽ സർവീസ് എക്സാം എന്ന് പറയുമ്പോൾ ആൾക്കാർ എപ്പോഴും ടോപ്പ് ലെവൽ എക്സാം എന്നല്ലേ കാണുന്നത്. പക്ഷേ ഈ ടോപ്പ് ലെവൽ എക്സാമിന് വെറും ഒരു ഗ്രാജുവേഷൻ മാത്രം മതി എന്നുള്ളത് ഏറ്റവും രസകരമായിട്ടൊരു കാര്യമാണ്. റൈറ്റ്. ശരി, നമ്മൾ ഈ എക്സാമിൻ്റെ ഡീറ്റെയിൽസിലോട്ട് കിടക്കുമ്പം സാധാരണ എല്ലാ വർഷവും 10 ലക്ഷം ആൾക്കാരാണ് ഏകദേശം ഈ എക്സാം അപ്പിയർ ചെയ്യുന്നത്. 10 ലക്ഷം ആൾക്കാർ ആപ്ലിക്കേഷൻ അയക്കുന്നു. ആ 10 ലക്ഷം ആൾക്കാർ ആപ്ലിക്കേഷൻ അയക്കുന്നു. ആ 10 ലക്ഷത്തിനകത്ത് ഒരു 4-5 ലക്ഷം പേര്, 50% ആൾക്കാർ എഴുതത്തില്ല. ബാക്കി 50% ആൾക്കാരാണ് ശരിക്കും വന്ന എക്സാമിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് എഴുതുക. ഈ ഫസ്റ്റ് സ്റ്റേജ് എഴുതി കഴിഞ്ഞാൽ ശരിക്കും എക്സാം 3 സ്റ്റേജാണ്. പ്രിലിംസ്, മെയിൻസ്, ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞിട്ട് 3 സ്റ്റേജിലാണ് ഈ എക്സാം പോകുന്നത്. അപ്പം ഈ ഫസ്റ്റ് സ്റ്റേജ് തന്നെ പകുതി ആൾക്കാർ എഴുതാതെ പോകുന്നു. അത് കുറേയൊക്കെ ഈ എക്സാമിനെ കുറിച്ചുള്ളൊരു ഭയവും കാര്യങ്ങളൊക്കെയാണ്. ഇത് ഇത്രയും വലിയ എക്സാമാണ്, എനിക്ക് സാധിക്കുമോ എന്നൊക്കെയുള്ള അതിനെക്കുറിച്ചൊക്കെയുള്ള എല്ലാത്തിനെക്കുറിച്ചും ഇന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കും. 10 ലക്ഷം പേര് അപ്ലൈ ചെയ്യുന്നു. അതിനകത്ത് പകുതി പേര് എഴുതുന്നു. 4.5 ലക്ഷം പേര് എഴുതുന്നു. ഈ 4.5 ലക്ഷം പേർക്കകത്ത് എത്ര വേക്കൻസി UPSC റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ എത്ര വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ, ആ റിപ്പോർട്ട് ചെയ്ത വേക്കൻസിയുടെ 13 to 14 ടൈംസ് ആണ് അവർ പ്രിലിംസ് സ്റ്റേജിൽ ആൾക്കാരെ മെയിൻസ് എഴുതാൻ ക്വാളിഫൈ ചെയ്യുന്നത്. അതായത് ഈ 4.5 ലക്ഷം പേര് എഴുതുന്നതിനകത്ത് ഒരു 13,000 എക്സാമ്പിൾ ഒരു 1000 വേക്കൻസി ആണ് ഉള്ളതെങ്കിൽ ഒരു 13,000 to 14,000 14,000 പേര് ഫസ്റ്റ് സ്റ്റേജ് പാസ്സാവും. ഇനി സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് മെയിൻസ് എക്സാമിനേഷനാണ്. ഈ മെയിൻസ് എക്സാമിനേഷൻ ക്വാളിഫൈ ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം എന്ന് പറഞ്ഞാൽ ടോട്ടൽ വേക്കൻസിയുടെ ഒരു 3 to 4 ടൈംസ്, അതായത് 1000 വേക്കൻസീസ് ഉണ്ടെങ്കിൽ ഒരു 3000 തൊട്ട് 4000 ആൾക്കാർ ഏത് മെയിൻ സ്റ്റേജ് പാസ്സായി ഇൻ്റർവ്യൂ സ്റ്റേജിലോട്ട് വരും. ഇനി ഇൻ്റർവ്യൂ സ്റ്റേജിൽ വരുന്നു കഴിഞ്ഞാൽ എത്ര വേക്കൻസീസ് ഉണ്ടോ അത്രയും വേക്കൻസീസ് ഉള്ള ആൾക്കാരെയാണ് UPSC സെലക്ട് ചെയ്യുന്നത്. ആ സെലക്ട് ചെയ്തതിനകത്തും നിങ്ങൾക്ക് IAS ആണ് വേണ്ടതെങ്കിൽ ടോപ്പ് റാങ്കിൽ വേണം. IAS, IPS, IFS ഈ ഏറ്റവും ടോപ്പിലുള്ള സർവീസ് കിട്ടണമെങ്കിൽ ടോപ്പ് റാങ്ക് കിട്ടാതെ ആ സർവീസസ് കിട്ടത്തില്ല. ബാക്കിയുള്ള 23 സർവീസസിലോട്ടാണ് ബാക്കിയുള്ള ആൾക്കാർക്ക് അലൊക്കേഷൻ ലഭിക്കുക. ഇതാണ് എക്സാമിനേഷൻ ഏറ്റവും ബേസിക് ഡീറ്റെയിൽസ്. അപ്പം ഇനി ഈ ബേസിക് ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഇവിടെ കുറേ കാര്യങ്ങൾ കുറേ മിസ്കൺസെപ്ഷൻസ് ഉണ്ട് ഈ എക്സാമിനെ സംബന്ധിച്ച്. മിസ്കൺസെപ്ഷൻസ് എന്ന് പറഞ്ഞാൽ
പലപ്പോഴും ആൾക്കാരുടെ ഒരു ധാരണ എന്ന് പറയുന്നത് 1ാം ക്ലാസ് തൊട്ട് ഫസ്റ്റ് റാങ്ക് വാങ്ങിച്ച ആൾക്കാർക്ക് മാത്രമാണ് സിവിൽ സർവീസ് പരീക്ഷയെന്ന്. ഒരിക്കലും അങ്ങനെയല്ല. ഒരിക്കലും അങ്ങനെയല്ല. ഈ എക്സാമിന് വളരെ വ്യക്തമായിട്ടുള്ള ഒരു സിലബസ് ഉണ്ട്. പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സിലബസ് ഉണ്ട്. ആ സിലബസും ആ എക്സാമിനേഷൻ ആ സിലബസ് ഡിമാൻഡ് ചെയ്യുന്ന ഒരു സ്റ്റഡി സ്റ്റൈലും അഡോപ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഏത് സാധാരണ ഒരു ഗ്രാജുവേറ്റിനും സിവിൽ സർവീസ് എക്സാമിനേഷൻ പാസ്സാകാൻ പറ്റും. ഒത്തിരി എക്സാമ്പിൾസ് ഉണ്ട്. നമ്മൾ പലപ്പോഴും ഫസ്റ്റ് റാങ്ക് കിട്ടിയ ആൾക്കാരുടെ ഇൻ്റർവ്യൂവും ഒക്കെ ആയിരിക്കും കാണുന്നത്. അപ്പോൾ അവരെയൊക്കെ ഫസ്റ്റ് റാങ്ക് കിട്ടിയവരുടെ ഇൻ്റർവ്യൂ കാണുമ്പോൾ IIT നിന്ന് പഠിച്ച ആൾക്കാർ അല്ലെങ്കിൽ റാങ്ക് കിട്ടിയ ആൾക്കാർക്ക് അല്ലെങ്കിൽ ചെറുപ്പം തൊട്ടേ റാങ്കുകൾ വാങ്ങിച്ച് വരുന്ന ആൾക്കാർക്ക് മാത്രമായിട്ടാണ് കിട്ടുന്നതെന്നുള്ളൊരു ധാരണ പൊതുവെ ആൾക്കാർക്കുണ്ട്. പക്ഷെ അങ്ങനെ ഒരു ധാരണ അതൊരു തെറ്റായ ധാരണയാണ്. ഇത് സാധാരണ ലെവലിൽ പഠിച്ച, അതായത് ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങളുടെ എന്താണോ നിങ്ങളുടെ അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട് ഇറസ്പെക്റ്റീവ് ഓഫ് യുവർ അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട്, ഇറസ്പെക്റ്റീവ് ഓഫ് യുവർ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട്, വാട്ട് എവർ ഇറ്റ് ഈസ്, നിങ്ങൾ സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യാൻ വരുന്ന സമയത്ത് ആ പരീക്ഷ ഡിമാൻഡ് ചെയ്യുന്ന സ്റ്റൈലിൽ പ്രിപ്പയർ ചെയ്യാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ യു വിൽ ക്വാളിഫൈ ദിസ് എക്സാം. 100% ഷുവറാണ്, ഉറപ്പായിട്ടും. ആ പരീക്ഷ ഡിമാൻഡ് ചെയ്യുന്ന ഒരു സ്റ്റൈലിൽ പ്രിപ്പയർ ചെയ്യാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ IAS കാരൻ അല്ലെങ്കിൽ ഒരു IPS കാരൻ അല്ലെങ്കിൽ ഒരു IFS കാരി അല്ലെങ്കിൽ ആകാനുള്ള സാധ്യത ഉണ്ട് അവിടെ. അപ്പം എപ്പോഴും പറയും ഞാൻ, അതായത് ഒരു ഗ്രാജുവേഷൻ കഴിഞ്ഞ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഈ എക്സാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, ഒന്ന് എഴുതി നോക്കണം. പലപ്പോഴും ഞാൻ റീസെൻ്റ് ആയിട്ടൊരു പയ്യനെ കണ്ടു, എഞ്ചിനീയറിങ് കഴിഞ്ഞ. അപ്പോൾ ഈ എഞ്ചിനീയറിങ് കഴിഞ്ഞ് അവനോട് ഞാൻ പറഞ്ഞു, ഞാൻ ഈ ഫീൽഡിൽ നിൽക്കുന്ന കാരണം ഞാൻ പറഞ്ഞു, മോനെ എന്താ എൻ്റെ ഒരു റിലേറ്റീവ് ഇടാ, നീ ഒന്ന് എക്സാം ഒന്ന് എഴുതി നോക്കുന്നു. പക്ഷേ അവൻ എടുത്ത് പറഞ്ഞു, എന്നെക്കൊണ്ട് ഇത് സാധിക്കുമോ, ഞാൻ അത്ര വലിയ മിടുക്കലൊന്നുമല്ല, അപ്പം എനിക്ക് പറ്റുമോ ഇത്. പലരുടെയും ഒരു ചോദ്യം, പലരും ഈ എക്സാമിനേഷൻ എഴുതാതെ മാറിപ്പോകുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട റീസൺ ഇതാണ്. ഇവർക്ക് തന്നെ ഒരു സംശയമുണ്ട്, ഇത് അവരെ കൊണ്ട് പറ്റുമോ. അതുകൊണ്ട് തന്നെ ഇവർ ഈ ഫർദർ ഈ എക്സാമിനെ കുറിച്ച് ഒന്നും കേൾക്കുക, അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുക, ഒന്നും ചെയ്യത്തില്ല. എന്നിട്ട് ഒരു മിഥ്യാധാരണ ഉണ്ടാക്കി മനസ്സിൽ വെക്കുകയാണ് ഈ എക്സാം ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള എക്സാമാണ്. ആ മിഥ്യാധാരണ മനസ്സിൽ വെച്ചുകൊണ്ട് ഇതിനെ അപ്രോച്ച് ചെയ്യാതിരിക്കുക, അത് തെറ്റാണ്. ഇന്ത്യയിൽ ഒരു നോർമൽ ഗ്രാജുവേറ്റിന് കിട്ടാവുന്ന ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള ജോബ് ഓപ്പർച്യൂണിറ്റിയാണ് സിവിൽ സർവീസ് നിങ്ങൾക്ക് തരുന്നത്. ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള ജോബ് ഓപ്പർച്യൂണിറ്റി. ഈ പ്രീമിയം ആയിട്ടുള്ള ജോബ് ഓപ്പർച്യൂണിറ്റി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയില്ലെങ്കിൽ അത് നിങ്ങൾക്ക് ഭയങ്കര നഷ്ടമാണ്. അതിനോടൊരു താല്പര്യം വേണം തീർച്ചയായിട്ടും. ആ സിവിൽ സർവീസ് എന്നുള്ള അതിനോടൊരു താല്പര്യം തീർച്ചയായിട്ടും IAS കാരൻ IPS കാരൻ നിങ്ങൾ IAS IPS ഓഫീസേഴ്സിനെയൊക്കെ കൂടുതലും നമ്മൾ IAS IPS ഓഫീസേഴ്സിനെ കൂടുതലും കാണുന്ന സിനിമയ്ക്കകത്തല്ലേ. അപ്പം ആ ഒരു ജോലിയോട് നിങ്ങൾക്കൊരു ഇഷ്ടം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഒത്തിരി ആൾക്കാർ, പല ആൾക്കാരെ ഞാൻ സംസാരിക്കുന്ന ആൾക്കാർക്ക്, അവർക്കൊക്കെ പിള്ളേർക്കൊക്കെ ഇഷ്ടമാണ് പ്രിപ്പയർ ചെയ്യാൻ സിവിൽ സർവീസ് പരീക്ഷ അല്ലെങ്കിൽ IAS IPS ഓഫീസർ ആകാൻ ഇഷ്ടമാണ്. പക്ഷേ ഉള്ള കാര്യം ഈ പ്രിപ്പറേഷൻ അവർക്ക് ഭയമാണ്, ഭയങ്കര ഭയമാണ്. എനിക്ക് അങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഏറ്റവും രസകരമായിട്ടുള്ള ഒരു വസ്തുത എന്ന് പറയുന്നത് ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു പ്രിപ്പറേഷനാണ് സിവിൽ സർവീസ് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. അത് നിങ്ങളത് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് അതെങ്ങനെ തുടങ്ങണം അതിനെക്കുറിച്ചൊക്കെ ഞാൻ ഇന്ന് സംസാരിക്കുന്നുണ്ട്. അപ്പം ഒന്ന് ട്രൈ ചെയ്യാൻ, ഒരു പ്രാവശ്യം ജീവിതത്തിൽ ഒരു പ്രാവശ്യം ഈ സിവിൽ സർവീസ് പരീക്ഷ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നതിന് ഒരു തെറ്റുമില്ല. തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്ന തന്നെയാണ് നല്ലത്. ഇനി ഞാൻ ആർക്കൊക്കെ ഈ എക്സാം എഴുതാം, പല ആൾക്കാർക്കും ഡൗട്ടുണ്ട് എന്താണ് അതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ. ഞാൻ പൊതുവായിട്ടുള്ള ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയാം. അതായത് ഞാൻ മുമ്പേ പറഞ്ഞു, ഗ്രാജുവേറ്റ്, ഒരു നോർമൽ ഗ്രാജുവേഷൻ മാത്രം മതി, വേറെ ഒന്നും വേണ്ട. ഇനി ബാക്കി വേണ്ട ഏജ് ലിമിറ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ, ഒരു നോർമൽ ജനറൽ കാറ്റഗറിയിലുള്ള ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ ആ ജനറൽ കാറ്റഗറിയിലുള്ള സ്റ്റുഡൻറ്റിന് 32 വയസ്സ് വരെ, ടിൽ ദ ഏജ് ഓഫ് 32, 32 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. ഇനി മറിച്ച് ഒരു OBC കാൻഡിഡേറ്റ് സ്റ്റുഡൻ്റ് ആണെങ്കിൽ 35 വയസ്സ് വരെ. മറ്റ് ജനറൽ കാൻഡിഡേറ്റിന് 32, OBC കാൻഡിഡേറ്റിന് 35, SC ST കാൻഡിഡേറ്റ് ആണെങ്കിൽ 37 വയസ്സ് വരെ, 37 വയസ്സ് വരെ പരീക്ഷ എഴുതാം. ഇനി നമ്പർ ഓഫ് അറ്റംപ്റ്റിന് ലിമിറ്റേഷൻ ഉണ്ട് ഈ എക്സാമിന്. ഒരു ജനറൽ കാറ്റഗറി സ്റ്റുഡൻറ്റിന് കിട്ടുന്ന അറ്റംപ്റ്റ് എന്ന് പറഞ്ഞാൽ 6 അറ്റംപ്റ്റാണ് ജനറൽ കാറ്റഗറി സ്റ്റുഡൻറ്റിന് കിട്ടുക.
OBC കാറ്റഗറി സ്റ്റുഡൻറ്റിന് 9 അറ്റംപ്റ്റ് ഉണ്ട്. SC/ST കാറ്റഗറി സ്റ്റുഡൻസിന് അറ്റംപ്റ്റിന് ലിമിറ്റ് ഇല്ല. 37 വയസ്സ് വരെ എത്ര അറ്റംപ്റ്റ് വേണമെങ്കിലും അവർക്ക് എടുക്കാം. ഇതാണ്. അപ്പം നോർമലി ഈ ഏജ് കാറ്റഗറിയിലുള്ള ഒരാൾക്ക് ആർക്ക് വേണം, ഇപ്പോൾ നിങ്ങൾ ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് കുറേ വർഷങ്ങളായി, നിങ്ങളിപ്പോൾ വെറുതെ ഇരിക്കുക, നിങ്ങൾക്ക് വേറെ ഇപ്പോൾ എൻഗേജ്മെൻറ്റ്സും കാര്യങ്ങളൊന്നുമില്ല, ഇപ്പോൾ വീട്ടമ്മമാർ പോലും നിങ്ങൾക്ക് പഠിക്കാൻ കൃത്യമായിട്ട്, അതിനെക്കുറിച്ചൊക്കെ ഞാൻ പറയാം, സമയമുണ്ടെങ്കിൽ നിങ്ങൾ ഗ്രാജുവേഷൻ കഴിഞ്ഞ ഒരാളാണോ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും സിവിൽ സർവീസ് പരീക്ഷ എഴുതാൻ പറ്റും. 100% നിങ്ങൾക്ക് സിവിൽ സർവീസ് പരീക്ഷ എഴുതാൻ പറ്റുമെന്നല്ല, സിവിൽ സർവീസ് പരീക്ഷ ക്വാളിഫൈ ചെയ്യാൻ പറ്റും, ഉറപ്പായിട്ടും ക്വാളിഫൈ ചെയ്യാൻ പറ്റും. തിരുവനന്തപുരം ജില്ലാ കളക്ടർ ശ്രീ അനുകുമാരി IAS, ഷീ സ്റ്റാർട്ടഡ് ഹെർ പ്രിപ്പറേഷൻ അറ്റ് ദ ഏജ് ഓഫ് 30. 30 വയസ്സിലാണ് പുള്ളിക്കാരി പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തത്. സോ ആ 30 വയസ്സിൽ വീട്ടമ്മയായിട്ടിരിക്കുന്ന സമയത്ത് തന്നെ പ്രിപ്പയർ ചെയ്തു. എനിക്കൊന്ന് 2-3 അറ്റംപ്റ്റിൽ ഷീ ക്വാളിഫൈഡ്. ആ 30 വയസ്സിൽ പ്രിപ്പറേഷൻ തുടങ്ങിയ ഒരാൾക്ക് പോലും ഈ എക്സാം ക്വാളിഫൈ ചെയ്യാൻ പറ്റും. ക്ലാസിക് ആയിട്ടുള്ള ഇഷ്ടംപോലെ എക്സാമ്പിൾസ് നമ്മുടെ ചുറ്റും തന്നെ ഉണ്ട്, നമ്മുടെ ചുറ്റുമുണ്ട്. അപ്പം പലർക്കും ഇതിനെക്കുറിച്ച് അറിയാമല്ല. ഈ എക്സാം വലിയ ഒരു ബാലികേറാമലയാണ് എന്നുള്ളൊരു തോന്നൽ കാരണമാണ് ഇതിനോട് അപ്രോച്ച് ചെയ്യാത്തത്. അപ്പം ഏജ് ലിമിറ്റ് പറഞ്ഞു 32, 36 ആൻഡ് 32, 35, 37, 32, 35, 37 ഇതാണ് ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. നോർമൽ ഗ്രാജുവേറ്റ് ആകണം, ഇതേ ഉള്ളൂ ഒരു എലിജിബിലിറ്റി എന്ന് പറഞ്ഞാൽ. ഇപ്പം ഫോറിൻ ഡിഗ്രീസ് എടുക്കുന്ന ഇഷ്ടംപോലെ കുട്ടികൾ നമ്മുടെ ഇടയിലുണ്ട്. പ്രത്യേകിച്ചും ഈ ഇപ്പം ഫോറിനിൽ പോയി ഡിഗ്രി എടുക്കുന്ന ഒരു പുതിയ രീതിയായിട്ട് മാറിയിരിക്കും. അപ്പോൾ ഫോറിൻ ഡിഗ്രി എടുക്കുന്ന ആൾക്കാർക്ക് സിവിൽ സർവീസ് പരീക്ഷ എഴുതാൻ പറ്റുമോ എന്നുള്ളതാണ് പലരും ചോദിക്കുന്ന ഡൗട്ടുണ്ട്. ഈ റീസെൻ്റായിട്ട് ഒരു കുട്ടി വന്നതിനോട് ചോദിച്ചിരുന്നു. അതിന് ഉള്ള ഉത്തരം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഫോറിൻ ഡിഗ്രി എടുക്കുന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് ഇന്ത്യയിലെ ഒരു ഈക്വലൻസി സർട്ടിഫിക്കറ്റ്, അതായത് അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് തരുന്ന ഒരു ഈക്വലൻസി സർട്ടിഫിക്കറ്റ് വാങ്ങിക്കണം. അതുപോലെ നിങ്ങളുടെ ഏത് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണോ നിങ്ങൾ ഡിഗ്രിക്ക് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്, ആ യൂണിവേഴ്സിറ്റി അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസിൻ്റെ ലിസ്റ്റിലുണ്ടാവണം. അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസിൻ്റെ ഒരു ഈക്വലൻസി സർട്ടിഫിക്കറ്റ് നിങ്ങൾ വാങ്ങിക്കണം. അപ്പോൾ അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസിൻ്റെ ആസ്ഥാനം ഡൽഹിയിലാണ്. നിങ്ങൾ അവിടെ പോയി നിങ്ങളുടെ ഡിഗ്രി അവിടെ സബ്മിറ്റ് ചെയ്ത് അവരുടെ ലിസ്റ്റിലുണ്ടെങ്കിൽ അറൗണ്ട് 5,000 rupees, $100 ആണ് അതിൻ്റെ ഫീസ് എന്ന് പറയുന്നത്. അത് നിങ്ങൾ കെട്ടിയാൽ നിങ്ങൾക്ക് ഈക്വലൻസി സർട്ടിഫിക്കറ്റ് കിട്ടും. ആ ഈക്വലൻസി സർട്ടിഫിക്കറ്റ് കൊണ്ട് നിങ്ങൾക്ക് ഫോറിൻ ഡിഗ്രി ആണെങ്കിൽ നിങ്ങൾക്കും സിവിൽ സർവീസ് പരീക്ഷ അപ്ലൈ ചെയ്യാം. ഇനി എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്, പ്രിപ്പറേഷൻ്റെ രീതികളെക്കുറിച്ചാണ് ഇനി സംസാരിക്കാൻ പോകുന്നത്. നമ്മൾ പിള്ളേർ സാധാരണ പഠിക്കുന്ന പിള്ളേർ അല്ലെങ്കിൽ ആസ്പിറൻസ് ആയിട്ടുള്ള പിള്ളേർ നമ്മുടെ അടുത്ത് വന്നാൽ ആദ്യം വന്ന് ചോദിക്കുന്നത്, സർ ഏതൊക്കെ ബുക്കുകളാണ് ഞങ്ങൾ വാങ്ങിക്കേണ്ടത്? ഏറ്റവും കൂടുതൽ അധികമായിട്ട് ഞാൻ കേൾക്കുന്നൊരു ചോദ്യമാണ്, ഏതൊക്കെ ബുക്കുകൾ വായിക്കണം എന്നുള്ളതാണ് അവരുടെ സംശയം. പക്ഷേ ബുക്ക് വായിക്കുന്നതിനൊക്കെ മുമ്പ് ഞാൻ പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന എല്ലാവരോടും പറയുന്നൊരു കാര്യമുണ്ട്. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, നിങ്ങൾ സിലബസ് ഡീറ്റെയിൽഡായിട്ട്, അതും നമുക്ക് പ്രിലിംസ് ഉണ്ട്, മെയിൻസ് ഉണ്ട്, ഇൻ്റർവ്യൂ ഉണ്ട്. അതിന് നിങ്ങളുടെ ഈ സിവിൽ സർവീസ് പരീക്ഷയുടെ നോട്ടിഫിക്കേഷനകത്ത് ഈ വർഷം ജനുവരി നോട്ടിഫിക്കേഷൻ ഇറങ്ങിയിട്ടുണ്ട്. ആ നോട്ടിഫിക്കേഷനകത്ത് വളരെ ഡീറ്റെയിൽഡായിട്ട് മെയിൻസ് എക്സാമിനേഷൻ്റെ സിലബസ് ഉണ്ട്. നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം, ആ മെയിൻസ് എക്സാമിനേഷൻ്റെ സിലബസ് തറോ ആയിട്ട് ഒന്ന് വായിച്ചു നോക്കുക. ഞാൻ പറയും, ഒരു റിസർച്ച് തന്നെ ചെയ്യണം ആ മെയിൻസ് എക്സാമിനേഷൻ്റെ സിലബസിൽ. അതായത് സിലബസിൽ ചിലപ്പോൾ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഒരു സിംഗിൾ ഒരു വൺ ലൈനർ ടോപ്പിക് ആയിരിക്കും, അതിനകത്ത് സബ് ടോപ്പിക്സ് ഉണ്ട്. സോ ആ ടോപ്പിക്സും സബ് ടോപ്പിക്സും എല്ലാം നോക്കി ഡീറ്റെയിൽഡായിട്ട് ആ സിലബസ് ഒന്ന് അനലൈസ് ചെയ്യാം. ഈ സിലബസ് അനാലിസിസ് കഴിഞ്ഞ് അടുത്ത ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതായത് മെയിൻസ് പരീക്ഷയുടെയും പ്രിലിംസ് പരീക്ഷയുടെയും രണ്ടിൻ്റെയും പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക. ആ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പറും നന്നായിട്ട് അനലൈസ് ചെയ്യുക. കുറച്ച് സമയം എടുക്കും, ഒരു 2 or 3 വീക്സ് എടുക്കുമായിരിക്കും ചിലപ്പോൾ നിങ്ങൾ ഈ അനാലിസിസിന് വേണ്ടി. കുഴപ്പമില്ല, നിങ്ങൾ എടുത്തോളൂ. ആ ഡീറ്റെയിലായിട്ട് നിങ്ങൾ അനലൈസ് ചെയ്യുക. കാരണം സിലബസ് അനലൈസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏതൊക്കെ പോർഷനാണ്, എങ്ങനെ പഠിക്കണം, എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്നുള്ള വ്യക്തമായിട്ടുള്ള ഐഡിയ നിങ്ങൾക്ക് സിലബസിനകത്ത് കിട്ടും. ഇനി നിങ്ങൾ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പറിലോട്ട് കിടക്കുമ്പം UPSCയുടെ സ്റ്റൈൽ ഓഫ് ആസ്കിങ് ക്വസ്റ്റ്യൻ, ഇവർക്ക് UPSCയുടെ ഒരു പ്രത്യേകത, ചില പോർഷനകത്തു നിന്നൊക്കെ അവർക്ക് ഏറ്റവും ഫേവററ്റ് ആയിട്ടുള്ള UPSCക്ക് ഫേവററ്റ് ആയിട്ടുള്ള ഏരിയാസ് ഉണ്ട്, UPSCക്ക് ഫേവററ്റ് ആയിട്ടുള്ള തീംസ് ഉണ്ട്. അപ്പോൾ ഈ തീംസും UPSCയുടെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഏരിയാസും ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽഡായിട്ട് മനസ്സിലാവും. ഇത്തരത്തിലാണ് ഇവർ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. പലരും പ്രിപ്പറേഷൻ തുടങ്ങി, കുറേ മോക്ക് ടെസ്റ്റ് ഒക്കെ അറ്റൻഡ് ചെയ്തു, പക്ഷേ എങ്കിലും
ഒരിക്കലും എക്സാമിന് പോകുന്നതിന് മുമ്പ് ഇവരിത് ചെയ്യാറില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ പറയുന്നത്, നിങ്ങൾ പ്രിപ്പറേഷൻ തുടങ്ങുന്നതിന് മുമ്പ്, നിങ്ങൾ ഒരു ബുക്ക് പോലും വായിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം വേറൊന്നുമില്ല, നിങ്ങൾ ഈ അനാലിസിസ് ആണ്. സിലബസ് നല്ലതായിട്ട് അനലൈസ് ചെയ്യുക, പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പർ നല്ലതായിട്ട് അനലൈസ് ചെയ്യുക. എന്നിട്ട് രണ്ടിലും സിലബസിൽ നിന്ന് എന്താണ് ഏതൊക്കെ ഏരിയാസ് ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക, പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് UPSCക്ക് ഏറ്റവും ഫേവററ്റ് ആയിട്ടുള്ള തീംസ് ഐഡൻറ്റിഫൈ ചെയ്യുക. ഇത് രണ്ടും ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം മാത്രമേ, അല്ലെങ്കിൽ ഈ ഒരു അനാലിസിസ് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാവുള്ളൂ. അങ്ങനെ നിങ്ങൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പം നിങ്ങൾ ഓരോ പ്രാവശ്യവും വായിക്കുമ്പോൾ, ഇനി ഹൗ ടു റീഡ്, ഇപ്പം ഇതിനകത്ത് ഏറ്റവും ബേസിക്, ഇനി ബുക്സിൻ്റെോട്ട് വന്നാൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ബുക്സ് എന്ന് പറയുന്നത് NCERT ബുക്സ് ആണ്. 6ാം ക്ലാസ് തൊട്ട് 12ാം ക്ലാസ് വരെയുള്ള NCERT ബുക്സ്. NCERT ബുക്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഗവൺമെൻറ് പബ്ലിക്കേഷനാണ്, അല്ലേ? നമ്മൾ അപ്പിയർ ചെയ്യാൻ പോകുന്നത് ഗവൺമെൻറ് എക്സാമാണ്. അപ്പം ഏറ്റവും ഓതൻറ്റിക് ആയിട്ടുള്ള നിങ്ങൾക്കുള്ള ഇൻഫർമേഷൻ നിങ്ങൾക്ക് NCERT ബുക്സിൽ നിന്നാണ് കിട്ടുന്നത്. അപ്പം നിങ്ങൾ NCERT ബുക്സ് വായിച്ചു തുടങ്ങുക. പക്ഷേ ഹൗ ടു റീഡ് NCERT ബുക്സ് എന്ന് പറയുന്നത് അടുത്തൊരു ചോദ്യമാണ്. ഇതിനും എൻ്റെ ഉത്തരം എന്ന് പറയുന്നത്, നിങ്ങൾ NCERT ബുക്സ് വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പറും സിലബസും വായിച്ച ഇൻഫർമേഷൻ നിങ്ങളുടെ ബ്രെയിനിലുണ്ട്. സോ അത് വെച്ചിട്ട് നിങ്ങൾ NCERT ബുക്സ് വായിച്ച് വരുമ്പം നിങ്ങൾക്ക് തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് ആ NCERT ബുക്സിനകത്ത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. എപ്പോഴും NCERT, ഇപ്പോൾ 6ാം ക്ലാസ്സിലൊക്കെ NCERT ബുക്സ് അതിനകത്തുള്ള ഇൻഫർമേഷൻ ഏറ്റവും ബേസിക് ലെവൽ ഇൻഫർമേഷൻ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കുറച്ചൊരു അഡ്വാൻസ്ഡ് റിസർച്ച്, ഇപ്പോൾ ഒരു പർട്ടിക്കുലർ ടോപ്പിക്ക് വന്നു, ആ ടോപ്പിക്ക് നിങ്ങൾക്കറിയാം ഇറ്റ്സ് എ ഫേവററ്റ് ടോപ്പിക് ഫോർ UPSC. ഫോർ എക്സാമ്പിൾ ബുദ്ധിസം എന്ന് പറയുന്ന ടോപ്പിക്ക് സ്ഥിരമായിട്ട് ബുദ്ധിസത്തിനകത്തുനിന്ന് ചോദ്യമുള്ളതാണ്. അപ്പോൾ ബുദ്ധിസം എന്ന് പറയുന്ന ടോപ്പിക്ക് വന്നു, ആ ടോപ്പിക്ക് NCERTക്കകത്ത് വളരെ മിനിമലായിട്ടായിരിക്കും കൊടുക്കുന്നത്. അതിൻ്റെ ഫർദർ ഒരു സ്റ്റെപ്പ് കൂടി, അതായത് ഡീറ്റെയിൽ റിസർച്ചിന് ഒരിക്കലും പോകരുത്, ഒരു സ്റ്റെപ്പ് കൂടെ മേളിലുള്ള റിസർച്ച് നിങ്ങൾക്ക് ഓൺലൈൻ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ, വിക്കിപീഡിയ നോക്കിയാൽ ഒരു ബേസിക് ഇൻഫർമേഷൻ കുറച്ചുകൂടെ റെഡിയാക്കി നിങ്ങൾ നോട്ട്സ് പ്രിപ്പയർ ചെയ്യാം. ഈ ഞാൻ പറഞ്ഞു വന്ന പോലെ NCERT ബുക്സ് വായിക്കണം. ഒരു കാര്യം എടുത്ത് ഞാൻ പറയാം, നിങ്ങൾ എന്തും സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ വായിക്കുന്നോ, നിങ്ങൾ അതിൻ്റെ നോട്ട്സ് പ്രിപ്പയർ ചെയ്യണം. നോട്ട്സ് ഇല്ലാതെ ഒരു കാരണവശാലും സിവിൽ സർവീസ് പരീക്ഷ പ്രിപ്പയർ ചെയ്യരുത്. ഡീറ്റെയിൽ നോട്ട് വേണം. അതായത് നമുക്ക് റിവിഷൻ എന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ എക്സാമൊക്കെ അടുക്കുന്ന സമയത്തുള്ള റിവിഷനൊക്കെ പക്കായിട്ട് നിങ്ങളുടെ നോട്ട്സ് മാത്രം വെച്ച് വേണം നിങ്ങൾ റിവൈസ് ചെയ്യാൻ. സോ ബുക്കിലോട്ട് നമുക്ക് പിന്നെയും തിരിച്ചു വരാം. NCERT ബുക്സ് 6 തൊട്ട് 12ാം ക്ലാസ് വരെയുള്ള NCERT ബുക്സ് ആണ് വേണ്ടത്. പിന്നെ സ്പെസിഫൈഡ് ആയിട്ട് ഉള്ള ലക്ഷ്മികാന്ത് പോലുള്ള ബുക്കുകളുണ്ട്. ഒരിക്കലും ഈ ലക്ഷ്മികാന്ത്, ഇപ്പം പിള്ളേരെ വായിക്കുന്നുണ്ട്, ഇന്ത്യൻ പോളിറ്റിക്ക് വേണ്ടിയുള്ള ഒരു ബുക്കാണ് ലക്ഷ്മികാന്ത് പറഞ്ഞത്. ഈ ലക്ഷ്മികാന്ത് പറഞ്ഞ ബുക്ക് കവർ ടു കവർ വായിക്കുന്നത് പിള്ളേർ ഇഷ്ടം പോലെ ഉണ്ട്. ഒരിക്കലും ലക്ഷ്മികാന്ത് എന്ന ബുക്കും ഇനി ബാക്കി പറയാനുള്ള ഏതൊക്കെ ബുക്സ് ആണെങ്കിലും ഒരിക്കലും അത് കവർ ടു കവർ വായിക്കാതെ അതിനെ റെഫറൻസ് ആയിട്ട് എടുക്കുക. എപ്പോഴും നിങ്ങളുടെ ബേസ് എപ്പോഴും നിങ്ങൾ NCERT നിർത്തിയിട്ട് നിങ്ങൾക്ക് ബാക്കിയുള്ള ബുക്സുകളെല്ലാം റെഫറൻസ് ആയിട്ട്, ആ റെഫറൻസ് നോട്ട്സ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് നിങ്ങൾ ബാക്കി ബുക്കുകൾ നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ക്ലിയറായി, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് വേണ്ടത് 6ാം ക്ലാസ് തൊട്ട് 12ാം ക്ലാസ് വരെയുള്ള NCERT ബുക്സ് ആണ്. റൈറ്റ്. ഇനി നോട്ട്സിനെ കുറിച്ചും ഇന്ന് എടുത്ത് പറയാതിരിക്കാൻ പറ്റില്ല. നോട്ട്സിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഹൗ ടു പ്രിപ്പയർ നോട്ട്സ്, എങ്ങനെയാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത്, നോട്ട്സ് ഉണ്ടാക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ ഒരു 100 പേജുള്ള ഒരു NCERT ബുക്ക് അല്ലെങ്കിൽ NCERTയുടെ ടോപ്പിക്കാണെങ്കിൽ നിങ്ങളുടെ നോട്ട് എന്ന് പറയുന്നത് മാക്സ് ടു മാക്സ് 25 പേജസ്, അതിനപ്പുറത്തോട്ട് പോകരുത്. എപ്പോഴും ഷോർട്ടായിട്ടുള്ള, അത് ഞാൻ പിള്ളേരോട് നോട്ട് എഴുതുന്ന കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകണം, നിങ്ങൾക്ക് കോംപ്രിഹെൻഡ് ചെയ്യാൻ പറ്റണം. നിങ്ങളുടെ നോട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾ വായിച്ച കാര്യങ്ങൾ റീകളക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വളരെ ക്രിസ്പായിട്ടുള്ള നോട്ടാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. കാരണം നിങ്ങളുടെ റിവിഷന് വേണ്ടി നിങ്ങൾ ഉപയോഗിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ഐറ്റം എന്ന് പറയുന്നത് ഈ നോട്ട് വെച്ചിട്ടാണ് നിങ്ങൾ റിവൈസ് ചെയ്യുന്നത്. നിങ്ങൾ ഈ നോട്ട് വെച്ച് പെർഫെക്റ്റ് ആയിട്ട് റിവൈസ് ചെയ്യാം. റൈറ്റ്. സോ നമ്മളിത് പറഞ്ഞു, ബുക്സിനെ കുറിച്ച് പറയുന്നു. ബുക്സ് ഞാൻ പറഞ്ഞു ഏറ്റവും ഇമ്പോർട്ടൻസ് NCERTക്ക് തന്നെ കൊടുക്കുക. ബാക്കി ലിസ്റ്റ് ഓഫ് ബുക്സ് ഉണ്ട്. ലിസ്റ്റ് ഓഫ് ബുക്സിൻ്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല, നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ബുക്കുകൾ തന്നെയാണ്. ഓരോ സബ്ജക്റ്റ് വൈസും ബുക്കുണ്ട്. പക്ഷേ ഈ ബുക്സ് എല്ലാം നിങ്ങൾ എന്ത് യൂസ് ചെയ്യുക, നിങ്ങൾ റെഫറൻസ് ആയിട്ട് ആ ബുക്സ് എല്ലാം യൂസ് ചെയ്യാം. കാര്യം ഇതൊക്കെ എങ്ങനെ റെഫറൻസ് ആയിട്ട് യൂസ് ചെയ്യാം നിങ്ങൾക്ക് തന്നെ അറിയാം. ഓൾറെഡി നിങ്ങൾ ഈ സിലബസ് റിസർച്ചും പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പർ റിസർച്ച് ചെയ്യുമ്പം തീംസിനെ കുറിച്ചൊക്കെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഐഡിയ നിങ്ങളുടെ മനസ്സിൽ കാണും. ആ തീംസിനെ കുറിച്ചുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള ഐഡിയ ഉണ്ടെങ്കിൽ ആ തീംസ് വെച്ചിട്ടാണ് നിങ്ങൾ ഈ പറഞ്ഞ പോലെ NCERT ബുക്സ് വായിക്കുന്നതും ബാക്കി
റെഫർ ചെയ്ത് നിങ്ങൾ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്നു. ഓൺലൈൻ റെഫറൻസും ഉണ്ട്, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ പറഞ്ഞ പ്രിസ്ക്രൈബ് ആയിട്ടുള്ള ടെക്സ്റ്റിനെല്ലാം റെഫറൻസ് നിങ്ങൾക്ക് യൂസ് ചെയ്ത് വായിക്കാം. റൈറ്റ്. സോ ഇതാണ് ഈ ബുക്സിനെ കുറിച്ചുള്ള കാര്യം. ബുക്സ് പറഞ്ഞു, നോട്ട് പറഞ്ഞു. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് കറണ്ട് അഫേഴ്സാണ്. സിലബസ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വായിച്ച് നോക്കുമ്പോൾ 2 പാർട്ടുണ്ട്. ഒന്ന് സ്റ്റാറ്റിക് ആയിട്ടുള്ള പാർട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഹിസ്റ്ററി, ജോഗ്രഫി, ഈ തുടങ്ങിയ സബ്ജക്റ്റൊക്കെ നമുക്ക് കുറച്ച് സ്റ്റാറ്റിക്കാണ്, അതിൻ്റെ പോർഷൻ സ്റ്റാറ്റിക് പാർട്ടാണ്. പക്ഷേ നമ്മൾ പൊളിറ്റി, എക്കണോമി, ഈ ഒരു 2 പൊളിറ്റി, എക്കണോമി, എൻവയോൺമെൻറ്റ്, എക്കോളജി അങ്ങനെയുള്ള സബ്ജക്റ്റിലോട്ട് വരുമ്പോൾ കറണ്ട് അഫയേഴ്സിന് പ്രാധാന്യം കൂടുതലുണ്ട്. എങ്ങനെ കറണ്ട് അഫയേഴ്സിന് പ്രിപ്പയർ ചെയ്യണം? കറണ്ട് അഫയേഴ്സിന് പ്രിപ്പയർ ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് മാർഗ്ഗം എന്ന് പറയുന്നത് ന്യൂസ് പേപ്പറാണ്. സിവിൽ സർവീസ് പ്രിപ്പറേഷൻ്റെ ഇന്നവിറ്റബിൾ ആയിട്ടുള്ള, ഒഴിവാക്കാൻ പറ്റാത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ട് എന്ന് പറയുന്നത് ന്യൂസ് പേപ്പറാണ്. ന്യൂസ് പേപ്പർ റീഡിങ് ഈസ് എ മസ്റ്റ് ഫോർ സിവിൽ സർവീസ് എക്സാമിനേഷൻ. സിവിൽ സർവീസ് എക്സാമിനേഷന് ന്യൂസ് പേപ്പർ റീഡിങ് മസ്റ്റാണ്. ഉറപ്പായിട്ടും നിങ്ങളൊരു നാഷണൽ ഡെയിലി എല്ലാ ദിവസവും വായിച്ചിരിക്കണം. വെറുതെ വായിച്ചാൽ പോരാ, അതിനും നിങ്ങൾ ഹാൻഡ് റിട്ടൺ ആയിട്ട് നിങ്ങൾ നോട്ട്സ് ഉണ്ടാക്കണം നിർബന്ധമായിട്ടും. റൈറ്റ്. പലപ്പോഴും ഈ ഫിലിംസൊക്കെ ചില കുട്ടികൾ പാസ്സായതോ വന്ന് അവരെന്ത് ചെയ്യണം, ഞാൻ ചെയ്ത പ്രിപ്പറേഷൻ എന്ത് മാറ്റം വരുത്തണം എന്ന് നോക്കുമ്പോൾ പലപ്പോഴും ഇവർ പറയുന്ന കാര്യം, കറണ്ട് അഫേഴ്സിന് എങ്ങനെ പ്രിപ്പയർ ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ അവർ, ഞാൻ ഇന്ന ഒരു വെബ്സൈറ്റിൽ നിന്ന് ഒരു മെറ്റീരിയൽ എടുത്തു, ആ മെറ്റീരിയൽ എടുത്ത് പ്രിപ്പയർ ചെയ്തു എന്നാണ്. ഞാൻ പറയും, നിങ്ങൾ ആ സ്റ്റൈലൊന്ന് മാറ്റൂ. നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ന്യൂസ് പേപ്പർ ഉണ്ടാക്കി നിങ്ങളുടെ ഓൺ നോട്ട്സ് ഉണ്ടാക്കൂ. ഉറപ്പായിട്ടും ആ വർഷം അവർ പ്രിലിംസ് ക്വാളിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കും. റൈറ്റ്. സോ ന്യൂസ് പേപ്പർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഏത് ന്യൂസ് പേപ്പർ എന്നുള്ളൊരു ചോദ്യമുണ്ട്. 2 ഉണ്ട്. ഒന്ന് ഹിന്ദു വായിക്കാം, അല്ലെങ്കിൽ ഇന്ത്യൻ എക്സ്പ്രസ്. ഇതിനകത്ത് ഏത് ന്യൂസ് പേപ്പർ എടുത്താലും കുഴപ്പമില്ല. ഹിന്ദു, ഇപ്പം ഞാൻ പ്രിഫർ ചെയ്യുന്ന ഹിന്ദു ആണ്, അല്ല ഇന്ത്യൻ എക്സ്പ്രസ് ആണെങ്കിലും കുഴപ്പമില്ല. 2ഉം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് പേപ്പറാണ്. പക്ഷേ ഒരു ന്യൂസ് പേപ്പർ നിങ്ങൾ നിർബന്ധമായിട്ടും വായിക്കുക, അതിൽ നിന്ന് നോട്ട്സ് ഉണ്ടാക്കുക. ആ നോട്ട്സ് വെച്ചിട്ട് വേണം നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ, കറണ്ട് അഫേഴ്സ് പ്രിപ്പറേഷൻ കൂടെ കൊണ്ടുപോകാൻ. അപ്പം ഈ ഞാൻ സ്റ്റാറ്റിക് പോർഷനെ കുറിച്ചും പറഞ്ഞു, ഈ കറണ്ട് പോർഷനെ കുറിച്ചും പറഞ്ഞു. ഇതാണ് പ്രിപ്പറേഷൻ സ്റ്റൈൽ എന്ന് പറയുന്നത്. എപ്പോഴും മെയിൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള പ്രിപ്പറേഷനാണ് ബെറ്റർ. മെയിൻസ് ഓറിയൻറ്റഡ് പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ പ്രിലിംസിനൊരു സിലബസ് നിങ്ങൾ നോട്ടിഫിക്കേഷനകത്ത് നിങ്ങൾക്ക് പ്രിലിംസിനൊരു സിലബസ് കാണാം. വളരെ ചെറിയൊരു സിലബസാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ അത് ശരിക്കും പറഞ്ഞാൽ പ്രിലിംസിൻ്റെ സിലബസ് ഞാൻ എപ്പോഴും പറയുന്നത് ടിപ്പ് ഓഫ് എൻ ഐസ്ബർഗ്. റൈറ്റ്. ആ ഐസ്ബർഗ് മൊത്തം കാണണമെങ്കിൽ നിങ്ങൾ മെയിൻസിൻ്റെ സിലബസിലോട്ട് പോകണം. അപ്പോൾ പ്രിലിംസിന് നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ടൊരു സിലബസ് എടുത്ത് പഠിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ മെയിൻസിൻ്റെ സിലബസ് തന്നെ പഠിച്ചാൽ മതി. പ്രിലിംസിന് സെപ്പറേറ്റ് നിങ്ങൾ പറയുന്ന ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ CSAT ആണ്. പ്രിലിംസിന് നിങ്ങൾ സെപ്പറേറ്റ് പറയേണ്ട ഒരേ ഒരു കാര്യം CSAT ആണ്, സിവിൽ സർവീസസ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. 2ാമത്തെ പേപ്പർ CSAT. ആ CSAT പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി മാത്രമാണ് നിങ്ങൾ എക്സ്ട്രാ എഫേർട്ട് പ്രിലിംസിന് എടുക്കേണ്ടത്. ബാക്കി മെയിൻസിൻ്റെ അസോസിയേറ്റ് തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻ പോയാൽ മതി. അത് ഞാൻ എപ്പോഴും പറയും, ഈ ഒരു ലാസ്റ്റ് സ്റ്റേജിലോട്ട്, അതായത് പ്രിപ്പറേഷൻ്റെ, അതായത് പ്രിലിംസ് അടുക്കാറാകുമ്പോഴാണ് നിങ്ങൾ കൂടുതൽ MCQs ഒക്കെ പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾ പ്രിലിംസിന് വേണ്ടി മാത്രമായിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടത്. അതല്ലെങ്കിൽ എപ്പോഴും മെയിൻസ് ഓറിയൻറ്റഡ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുക. ഇനി അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ആൻസർ റൈറ്റിംഗ് ആണ്. റൈറ്റ്. ആൻസർ റൈറ്റിംഗ്. റൈറ്റ്. ഈ എക്സാമിനേഷൻ്റെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് പ്രിലിംസ്, മെയിൻസ്, ഇൻ്റർവ്യൂ എന്ന് എല്ലാവർക്കും അറിയാം. ശരിക്കും പ്രിലിംസ് ഇപ്പം ഇതിനകത്ത് ഈ 3 സ്റ്റേജിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റേജ് ഏതാണ് എന്നുള്ളൊരു ചോദ്യം പലപ്പോഴും കിട്ടാറുണ്ട്. ശരിക്കും ഞാൻ പറയും, ഏറ്റവും മാക്സിമം ലെവൽ ഓഫ് എലിമിനേഷൻ നടക്കുന്ന ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് പ്രിലിംസാണ്, അല്ലേ? ഏകദേശം 5 ലക്ഷം പേര് എഴുതുന്നതിനകത്തുനിന്ന് ഒരു 13,000 14,000 എടുക്കുക എന്ന് പറഞ്ഞാൽ മാക്സിമം ഒരു മോർ ദാൻ ഒരു 90-95% ആൾക്കാരും എലിമിനേറ്റഡ് ആവുകയാണ് ആ ഒരു സ്റ്റേജിൽ. റൈറ്റ്. ആ എലിമിനേറ്റഡ് ആകുന്ന, അതുകൊണ്ട് തന്നെ ആ പ്രിലിം സ്റ്റേജിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഓരോ വർഷം കൂടുമ്പോൾ പ്രിലിംസിൻ്റെ അതിൻ്റെ ടഫ്നെസ് കൂടി വരിക. സോ പ്രിലിം സ്റ്റേജ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഞാൻ പറയും, സർവീസ് സെലക്ഷനെ സംബന്ധിച്ച് അപ്പം പിള്ളേർ പറയും, സാർ പ്രിലിംസ് ഒന്ന് ക്വാളിഫൈ ആയിട്ടുള്ള ഞങ്ങൾ മെയിൻസ് ഉണ്ട്. ശരിയാ, പ്രിലിംസ് നിങ്ങൾ മാക്സിമം ഇമ്പോർട്ടൻസ് കൊടുക്കണം, പ്രിലിംസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റേജാണ്. പക്ഷേ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് മെയിൻ സ്റ്റേജ്. കാരണം നിങ്ങളുടെ സർവീസ് സെലക്ഷൻ എന്ന് പറയുന്നത് മെയിൻസിനും ഇൻ്റർവ്യൂസിനും നിങ്ങൾക്ക്, അതായത് മെയിൻസ് എക്സാം എന്ന് പറഞ്ഞാൽ ടോട്ടൽ 1750 മാർക്കിൽ നിന്നാണ് മെയിൻസ് എക്സാം. ഇൻ്റർവ്യൂ 275, രണ്ടും കൂടെ കൂട്ടിയിട്ട് 2025, അതായത് 2025 മാർക്കിൽ നിന്നാണ് ശരിക്കും നിങ്ങളുടെ സർവീസ് സെലക്ഷൻ ഇരിക്കുന്നത്. ഈ 2025 മാർക്കിലാണ്.
ആ 2025 മാർക്കിൽ ഇപ്പം പലപ്പോഴും ആൾക്കാർ പറയുന്നുണ്ട് ഇൻ്റർവ്യൂവിന് ഞാൻ തോറ്റുപോയി. അങ്ങനെ ഇൻ്റർവ്യൂവിന് തോറ്റു പോകുന്നു എന്ന് പറഞ്ഞൊരു സംഭവം സിവിൽ സർവീസ് പരീക്ഷയ്ക്കില്ല, ഒരിക്കലും ഇല്ല. അതായത് ഇൻ്റർവ്യൂവിന് നിങ്ങൾക്ക് അവാർഡ് ചെയ്യുന്ന മാർക്കും നിങ്ങൾ മെയിൻസിന് നിങ്ങൾ കിട്ടിയിരിക്കുന്ന മാർക്ക് കൂടെ ക്ലബ് ചെയ്തിട്ടാണ് ഫൈനൽ നിങ്ങളുടെ റിസൾട്ടിൻ്റെ മാർക്ക് വരിക. ആ മാർക്കിനെ ബേസ് ചെയ്തിട്ടാണ് നിങ്ങളുടെ ഫൈനൽ റിസൾട്ട് വരിക. അപ്പം നല്ലതായിട്ട് നിങ്ങൾ മെയിൻസ് എക്സാമിനേഷൻ എഴുതിയിരിക്കുന്ന ഒരു കാൻഡിഡേറ്റിന് ഇൻ്റർവ്യൂവിൻ്റെ പെർഫോമൻസ് ഒരു ഇച്ചിരി മങ്ങിപ്പോയാലും ഒരു വിഷയമില്ല, റൈറ്റ്? അത് അവിടെ നിങ്ങൾ എങ്ങനെ ഈ മെയിൻസിൻ്റെ മാർക്കിൽ നിങ്ങളത് മേക്കപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം മെയിൻസിൻ്റെ മാർക്കിൽ മേക്കപ്പ് ചെയ്യണമെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അവിടെ ആൻസർ റൈറ്റിംഗ് ആണ്, റൈറ്റ്? എപ്പം ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങണം? അടുത്ത ചോദ്യമാണ്, എപ്പോഴാണ് നിങ്ങൾ ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങേണ്ടത്? നിങ്ങൾ പ്രിപ്പറേഷൻ തുടങ്ങി ഒരു ബേസിക് NCERT ബുക്സ് വായിച്ച് തീർന്നാൽ അടുത്ത ദിവസം നിങ്ങൾ ആൻസർ റൈറ്റ് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങണം. കാരണം ബേസിക് ഇൻഫർമേഷനായി ആൻസർ എഴുതാനുള്ള കുറച്ച് സ്റ്റഫ് നിങ്ങളുടെ കയ്യിലായാൽ ആ പോയിൻ്റ് ഓഫ് വ്യൂ ടൈമിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ആൻസർ റൈറ്റിംഗ് തുടങ്ങണം. കാരണം ആൻസർ റൈറ്റിംഗ് ആണ് എല്ലാം. കാരണം വളരെ ടൈം ഫ്രെയിമിനകത്ത് ജനറലി പറയാ ഒരു 150 വേർഡ്സും 250 വേർഡ് ക്വസ്റ്റ്യൻ ആണ് കിട്ടുന്നത്. ആ 150 വേർഡ് 250 വേർഡ് എന്ന് പറയുന്നത് നമുക്ക് എഴുതാൻ കിട്ടുന്ന സമയം ഒരു 9 എന്ന് പറയാൻ ലിറ്ററലി ഒരു 7 മിനിറ്റ്സ് ആണ്. 7 to 9 മിനിറ്റ്സ് ആണ് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ കിട്ടുന്നത്. അപ്പോൾ 7 മിനിറ്റ്സിനകത്ത് ഒരു എക്സ്റ്റംബർ സ്റ്റൈൽ ക്വസ്റ്റ്യൻ ആണ് നമുക്ക് കിട്ടുന്നത്. ആ ക്വസ്റ്റ്യൻ നിങ്ങൾ ആൻസർ ചെയ്യണമെങ്കിൽ അത് പ്രാക്ടീസ് ചെയ്യാതെ ഒരിക്കലും പറ്റത്തില്ല. സോ വൺസ് യു ഫിനിഷ് NCERT നിങ്ങൾ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ദിവസം തൊട്ട് നിങ്ങൾ ആൻസർ എഴുതി തുടങ്ങുക. കാരണം നിങ്ങൾക്ക് ബേസിക് കുറേ ഇൻഫർമേഷൻസ് ആയി. ആ ഇൻഫർമേഷൻസ് വെച്ചിട്ട് സ്റ്റാർട്ട് പ്രാക്ടീസിങ് ആൻസർ റൈറ്റിംഗ്. ആ ആൻസർ റൈറ്റിംഗ് അങ്ങനെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് മെയിൻസ് എക്സാം വരുമ്പോൾ പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ആൻസേഴ്സ് ടൈം ഫ്രെയിമിനകത്ത്, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ. നിങ്ങൾക്ക് മെയിൻസ് എക്സാമിനേഷൻസ് ഇരിക്കുന്ന പിള്ളേരുടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് അവർക്ക് കാര്യങ്ങളൊക്കെ അറിയാം, പക്ഷേ എഴുതി തീർക്കാൻ സമയം കിട്ടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അങ്ങനെ എഴുതി തീർക്കാൻ സമയം കിട്ടണമെങ്കിൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ആ ടൈം ഫ്രെയിമിനകത്ത് നിങ്ങൾക്ക് എഴുതി തീർക്കണമെങ്കിൽ നിങ്ങൾക്ക് നല്ലതായിട്ട് എഴുതി പ്രാക്ടീസ് ചെയ്യാതെ ഒരിക്കലും നിങ്ങൾക്ക് എഴുതി എത്താൻ പറ്റില്ല. സോ അത് കാരണം നിങ്ങൾ ചെയ്യേണ്ടത് NCERT കഴിയുമ്പോഴേ നന്നായിട്ട് ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസ് ചെയ്യുക. സോ നമ്മൾ മുമ്പേ വരുന്ന സെലക്ഷനെ കുറിച്ചൊക്കെ പറഞ്ഞു വന്നപ്പോഴേ അങ്ങോട്ട് വന്നേ. അതായത് മെയിൻസിന് നന്നായിട്ട് മാർക്ക് വാങ്ങിച്ച ഒരു കാൻഡിഡേറ്റിന് ഇൻ്റർവ്യൂവിനൊരിച്ചിരി മാർക്ക് കുറഞ്ഞാൽ പോലും നിങ്ങൾക്ക് ഫൈനൽ സെലക്ഷൻ ഓക്കെ ആവും. അത് കാര്യം നിങ്ങൾക്ക് ഹൈ മാർക്കായിരിക്കും മെയിൻസിന് കിട്ടിയിട്ടുണ്ടായിരിക്കുക. സോ മെയിൻസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് സർവീസ് ആസ്പെക്റ്റിൽ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് മെയിൻസ് ആണ്. നിങ്ങൾക്ക് സർവീസ് കിട്ടിക്കഴിഞ്ഞിട്ട് നിങ്ങളുടെ കേഡർ ലൊക്കേഷൻ എല്ലാം വരുന്നത് നിങ്ങൾക്ക് മെയിൻസിനും ഇൻ്റർവ്യൂവിനും കിട്ടിയിരിക്കുന്ന മാർക്കിനെ ബേസ് ചെയ്തിട്ടാണ്. അതല്ലാതെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് ക്വാളിഫൈ ആയിരിക്കും അങ്ങനത്തെ കാര്യങ്ങൾ ഒരിക്കലും സിവിൽ സർവീസ് പരീക്ഷയ്ക്കില്ല. ഇത് രണ്ടും കൂടെ കൂടിയുള്ള മാർക്കിലാണ് നിങ്ങൾക്ക് ഫൈനൽ സെലക്ഷൻ വരിക, റൈറ്റ്? സോ ഇത്രയൊക്കെയാണ് എക്സാമിനേഷൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് പറഞ്ഞു തീർന്നു. പക്ഷേ ഇത് പ്രാക്ടിക്കൽ ഒരു പ്രാക്ടിക്കാലിറ്റിയിലോട്ട് വരുമ്പം അത് എങ്ങനെ നിങ്ങൾ അപ്രോച്ച് ചെയ്യണം എന്നുള്ളൊരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. അതായത് നിങ്ങൾ ഈ സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് പ്രിപ്പയർ വരുന്ന പിള്ളേരോടെല്ലാം ഞാൻ പറയുന്നത് നിങ്ങളുടെ ഒരു സൈക്കോളജിക്കൽ ഫാക്ടറുണ്ട് ഈ എക്സാമിനേഷൻ പ്രിപ്പറേഷന്, റൈറ്റ്? ടഫാണോ എന്ന് ചോദിച്ചാൽ ടഫായിട്ടുള്ള എക്സാം തന്നെയാണ്. പക്ഷേ അത് ക്രാക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പല പിള്ളേരും വന്ന് എന്നെക്കൊണ്ട് ഇത് സാധിക്കുമോ സർ എന്ന് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. എനിക്ക് പറ്റുമോ? അപ്പോൾ എനിക്ക് പറ്റുമോ എന്ന് പറയുന്ന കാര്യം അവരുടെ അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട് അത്ര പെർഫെക്റ്റ് ആയിരിക്കില്ല. ഈവൻ അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട് പെർഫെക്റ്റ് ആണെങ്കിൽ പോലും ഈ ഒരു പരീക്ഷ എഴുതാനുള്ള ഒരു കോൺഫിഡൻസ് എനിക്കുണ്ടാകുമോ എന്നുള്ള സംശയത്തിലാണ് പിള്ളേർ വരുന്നത്. ഞാൻ അവരോട് തിരിച്ചു പറയുന്ന ആൻസർ, നിങ്ങൾ തീരുമാനിക്കുക എനിക്ക് ഈ എക്സാം പാസ്സാകാൻ പറ്റുമെന്ന് നിങ്ങളെ തന്നെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിച്ചാൽ നിങ്ങൾ ഉറപ്പായിട്ടും ഈ എക്സാം ക്വാളിഫൈ ചെയ്യും. അതിനാകെ നിങ്ങൾ ചെയ്യേണ്ടത് ഈ എക്സാമിന് വരുമ്പം നിങ്ങളുടെ മൈൻഡ് സെറ്റിന് കുറേ ചേഞ്ചസ് വരുത്തണം. അതായത് എന്താണ് മൈൻഡ് സെറ്റിൻ്റെ ചേഞ്ച്? പലരും പറയുന്ന മൈൻഡ് സെറ്റ് ചേഞ്ച് എന്ന് പറയുക എന്താ, നിങ്ങൾ സോഷ്യൽ മീഡിയ ഒഴിവാക്കണം, ഫ്രണ്ട്സിനെ ഒഴിവാക്കണം. ഞാൻ പറയും സോഷ്യൽ മീഡിയ ഒഴിവാക്കണം, ഫ്രണ്ട്സിനെ ഒഴിവാക്കണം ഒക്കെ ശരിയാണ്. പക്ഷേ അതിനൊക്കെ കൂടെ തന്നെ
നമ്മുടെ മൈൻഡിൻ്റെ തോട്ട് പ്രോസസ്സ്, ഈ ലോകത്ത് കാണുന്ന എല്ലാ കാര്യങ്ങളും ഈസ് ബേസ്ഡ് ഓൺ ദ തോട്ട് പ്രോസസ്സ് ഓഫ് ഹ്യൂമൻ മൈൻഡ്. ഹ്യൂമൻ മൈൻഡിൻ്റെ തോട്ട് പ്രോസസ്സിൻ്റെ റിസൾട്ടാണ് ഈ വേൾഡ് എന്ന് പറയുന്നത്. സിവിൽ സർവീസ് പരീക്ഷയും നിങ്ങൾക്ക് പാസ്സാകണമെന്ന് നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഉറച്ചൊരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ സിവിൽ സർവീസ് പരീക്ഷ പാസ്സായിരിക്കും. അതിനകത്തൊരു മാറ്റമില്ല. പക്ഷേ എങ്ങനെ മൈൻഡ് സെറ്റ് ചേഞ്ച് ചെയ്യണം? ആ മൈൻഡ് സെറ്റ് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. നമ്മുടെ മൈൻഡിലെ തോട്ട് പ്രോസസ്സിൽ ഒരു 80%, ഞാൻ 90 എന്ന് പറയുന്നില്ല, 80% തോട്ട് പ്രോസസ്സും സിവിൽ സർവീസ് പരീക്ഷ മാത്രമായിരിക്കണം. നിങ്ങൾ ഈ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങൾ വർക്കിംഗ് ആയിട്ടുള്ള ആളായിരിക്കാം, അതല്ല ഫുൾ ടൈം പ്രിപ്പയർ ചെയ്യുന്ന ആളായിരിക്കാം, ആരാണേലും നിങ്ങൾ ഈ എക്സാം ക്വാളിഫൈ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ മൈൻഡ് സെറ്റിന് മാറ്റം വരണം. ആ മൈൻഡ് സെറ്റ് എങ്ങനെയാണ്? 80% ഓഫ് ദ തോട്ട് പ്രോസസ് ഷുഡ് ബി സിവിൽ സർവീസസ്. 80% തോട്ട് പ്രോസസ്സും ഈ പഠിക്കുന്ന കാര്യങ്ങൾ തന്നെയായിരിക്കണം. കാരണം ആ മൈൻഡ് കൂടുതൽ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പം നിങ്ങൾക്ക് തന്നെ ഇതിൻ്റെ എല്ലാ ആൻസേഴ്സും നിങ്ങൾക്ക് തന്നെ കിട്ടും. നീ എങ്ങനെ പഠിക്കണം, നിങ്ങൾ വേറൊരാളോട് പോയി ചോദിക്കാതെ പോലും തന്നെ നിങ്ങളുടെ മൈൻഡിൽ നിങ്ങൾക്ക് ആൻസേഴ്സ് കിട്ടും. സോ അതാണ് മൈൻഡിൻ്റെ പവർ എന്ന് പറയുന്നത്. സോ യൂസ് ദാറ്റ് പവർ. നിങ്ങൾ എപ്പോഴും ആ ഒരു തോട്ട് പ്രോസസ്സ്, മൈൻഡിൻ്റെ 80% തോട്ട് പ്രോസസ്സും സിവിൽ സർവീസസ് എക്സാമിനേഷൻ ആയിട്ട് നിങ്ങൾ ഇറങ്ങുവാണെങ്കിൽ, പല ആൾക്കാരും ഉള്ള കുഴപ്പം, അവർ ക്വാളിഫൈ ചെയ്യാത്ത തിരിച്ചു വരുമ്പോൾ, ഞാൻ ഫുൾ ടൈം ഇരുന്ന് പഠിച്ചു സാർ, മണിക്കൂറുകൾ ഞാൻ ഇരുന്ന് പഠിച്ചു, എന്നിട്ടും ക്വാളിഫൈ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് അവരോട് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ ഇവർക്ക് പല എൻഗേജ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ കാണും, പല പ്രശ്നങ്ങളൊക്കെ കാണും. അപ്പോൾ ഇവർ പലപ്പോഴും അതിനകത്ത് പൂർണ്ണമായിട്ടും ഇവരുടെ മൈൻഡിനെ ഈ പഠിത്തത്തിലോട്ട് ഇവർക്ക് പിടിച്ചു നിർത്താൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും. അപ്പം അങ്ങനെ ഇരിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും ക്വാളിഫൈ ചെയ്യാനുള്ള സാധ്യത ഭയങ്കര കുറവാണ്. മറിച്ച് നിങ്ങളുടെ മൈൻഡിനെ ഫുൾ പൊട്ടൻഷ്യലോടുകൂടി ഈ എക്സാമിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്തു, നിങ്ങളെ സ്റ്റഡി മാറ്ററിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്താൽ ഉറപ്പായിട്ടും ക്വാളിഫൈ ചെയ്യാൻ പറ്റും. ഇനി കുറച്ച് കാര്യങ്ങൾ, ഇപ്പം മൈൻഡ് സെറ്റിൻ്റെ കാര്യം പറഞ്ഞു, ഒരു കറക്റ്റ് മൈൻഡ് സെറ്റ് ഉണ്ടാക്കാം. സോ ബെറ്റർ മൈൻഡ് സെറ്റ്. ഈ മൈൻഡ് സെറ്റ് കഴിഞ്ഞാൽ അടുത്ത് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് കൺസിസ്റ്റൻസിയാണ്. റൈറ്റ്. ഈ കൺസിസ്റ്റൻസിയുടെ കൂടെ കുറച്ച് കാര്യങ്ങൾ പറയാം. പിള്ളേർ ചോദിക്കും, സാർ എത്ര മണിക്കൂർ പഠിക്കണം? 12 മണിക്കൂർ പഠിക്കണോ? 13 മണിക്കൂർ പഠിക്കണോ? ഇപ്പോൾ ജനറലി ഇൻ്റർവ്യൂസ് ഒക്കെ വരുമ്പോൾ പല ആൾക്കാരും പറഞ്ഞു, ഞാൻ 12 മണിക്കൂർ പഠിച്ചു, കണ്ടിന്യൂസ് ആയിട്ട് 13 മണിക്കൂർ പഠിച്ചു, എന്നിട്ടാണ് ക്വാളിഫൈ ചെയ്തത് എന്നൊക്കെയാണ് പറയുന്നത്. ശരിക്കും മണിക്കൂർ കണക്ക് എന്നൊരു കാര്യമില്ല. കാരണം ഇറ്റ് ഡിപ്പെൻസ്, പേഴ്സൺ ടു പേഴ്സൺ ഡിഫറെൻ്റ് ആണ്. പല ആൾക്കാർക്കും പല രീതിയിൽ. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ, ഇപ്പം ചില കുട്ടികൾക്ക് ഒരു 6 മണിക്കൂർ 5 മണിക്കൂർ ഇത് പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ചില ആൾക്കാർക്ക് കുറച്ച് കൂടുതൽ നേരം വർക്ക് ചെയ്യേണ്ടതുണ്ട്. അത് പേഴ്സൺ ടു പേഴ്സൺ മണിക്കൂറുകൾ ഡിഫറെൻ്റ് ആണ്. പക്ഷേ അതിനകത്തുള്ള ഒരു കാര്യം, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ എന്ന് പറഞ്ഞാൽ, ഈ മണിക്കൂറുകൾക്കപ്പുറം നിങ്ങൾ ശരിക്കും, സേ ഫോർ എക്സാമ്പിൾ, നിങ്ങൾ 5 മണിക്കൂർ ഒരു ദിവസം പഠിക്കുന്നുള്ളൂ, ഫെയർ ഇനഫ്. പക്ഷേ ആ 5 മണിക്കൂർ എന്ന് പറയുന്നത് കൺസിസ്റ്റൻ്റ് ആയിരിക്കണം. കൺസിസ്റ്റൻസി എന്ന വേർഡിന് സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. സിവിൽ സർവീസ് പരീക്ഷയായിട്ട് കൺസിസ്റ്റൻസി എന്ന വേർഡിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. നിങ്ങൾ ഇന്ന് 5 മണിക്കൂർ പഠിക്കുന്നു, നാളെ പഠിക്കുന്നില്ല, നാളെ കഴിഞ്ഞ് 10 മണിക്കൂർ പഠിക്കുന്നു, അത് കഴിഞ്ഞ് 2 ദിവസം ഗ്യാപ്പ് എടുക്കുന്നു, പിന്നെയും നിങ്ങൾ 5 മണിക്കൂർ പഠിക്കുന്നു, ഒരിക്കലും ഒരിടത്ത് നിങ്ങളെത്തില്ല. അതേസമയം നിങ്ങൾ ഈ 5 hours ആണ് സ്പെൻഡ് ചെയ്യുന്നതെങ്കിൽ ഈ 5 hours കണ്ടിന്യൂസ് ആയിട്ട് അടുത്ത ഒരു വർഷം സ്പെൻഡ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാവുകയാണെങ്കിൽ നിങ്ങൾക്ക് വിജയം ഉറപ്പാണ്. ആ കൺസിസ്റ്റൻസി, നിങ്ങൾ എത്ര മണിക്കൂർ പഠിക്കുന്നോ അതിനേക്കഴിഞ്ഞും ഇമ്പോർട്ടൻ്റ് ആ പഠിക്കുന്ന മണിക്കൂറിൻ്റെ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾക്ക് അടുത്തൊരു വർഷം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണം. മൈൻഡ് സെറ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടെ പറയാം. ഞാൻ പിള്ളേരോട് ചോദിക്കും, നിങ്ങൾ സാധാരണ ഇപ്പോൾ നിങ്ങൾ ഗ്രാജുവേഷനൊക്കെ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ എങ്ങനെയാണ് പഠിക്കുന്നത്? ഇപ്പോൾ റെഡി ആൻസറാണ്, അതായത് സ്റ്റഡി ലീവിനാണ് പഠിക്കുന്നത്. അപ്പോൾ സ്റ്റഡി ലീവിന് എങ്ങനെയാണ് പഠിക്കുന്നത്? സ്റ്റഡി ലീവിന് ഭയങ്കര ആക്റ്റീവായിട്ട് പഠിക്കും. സ്റ്റഡി ലീവ് മാക്സിമം 1 മണിക്കൂർ, 1 മാസം, 1.5 മാസമായിരിക്കും ആ സ്റ്റഡി ലീവിലുള്ള പഠനം എന്ന് പറയുന്നത്. അപ്പം സ്റ്റഡി ലീവിന് ഭയങ്കര ആക്റ്റീവായിട്ട് പഠിക്കും. ഞാൻ പറഞ്ഞു, സ്റ്റഡി ലീവിന് നിങ്ങൾ ആക്റ്റീവായിട്ട് പഠിച്ച ഒരു രീതിയില്ലേ, ആ ഒരേ രീതിയിൽ നിങ്ങൾ സ്റ്റഡി ലീവിന് പഠിച്ച ആക്റ്റീവായിട്ടുള്ള അതേ പഠന രീതി അടുത്ത ഒരു വർഷത്തേക്ക് നിങ്ങൾ അഡോപ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് സിവിൽ സർവീസ് പരീക്ഷ പാസ്സാകാം എന്ന് ഞാൻ പറയാറുണ്ട്. സോ അതാണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നമ്മൾ ഒരു മാസം ഇപ്പം ഈയിടെ ഒരു കോൾ എനിക്ക് കിട്ടി. ഒരു പേരൻ്റാണ് വിളിച്ചത്. ഈ വർഷം അപ്ലൈ ചെയ്തു, അപ്പോൾ അത് കാരണം പുതിയ കോഴ്സ് ഉണ്ടോ? ഞാൻ പറഞ്ഞില്ല, ഞങ്ങൾക്ക് റെഗുലർ കോഴ്സേ ഉള്ളൂ. ആ റെഗുലർ കോഴ്സ് എന്ന് പറയുന്നത് മെയ് ജൂൺ ആ സമയത്ത് തുടങ്ങി ഒരു വർഷത്തേക്കാണ് സാധാരണ നമ്മുടെ റെഗുലർ കോഴ്സ് ഉണ്ടാവുക എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, ഇനി ക്രാഷ് കോഴ്സ് എന്തെങ്കിലും ഉണ്ടോ? പലപ്പോഴും ഒരു ക്രാഷ് കോഴ്സിന് പോയി ആ സിവിൽ സർവീസ് പരീക്ഷ പാസ്സാകാൻ പറ്റുമോ? ഞാൻ ഉറപ്പ് പറയാം, ഒരു ക്രാഷ് കോഴ്സിന് പോയാൽ നിങ്ങൾ ഒരിക്കലും സിവിൽ സർവീസ് പരീക്ഷ പാസ്സാകാൻ പോകുന്നില്ല. 1 മാസം 2 മാസം കൊണ്ട് ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം അത്രയ്ക്കും വാസ്റ്റ് ആയിട്ടുള്ള സിലബസാണ്.
അത്രയും വാസ്റ്റായിട്ടുള്ള സിലബസാണ്. അപ്പം ഒരു മാസം കൊണ്ട് പെട്ടെന്ന് ഓടി വന്നിട്ട് നിങ്ങൾ പഠിച്ച് പാസ്സാവും ഇല്ല. അതിന് നിങ്ങൾ ചെയ്യേണ്ട ആ ഒരു വർഷം എടുക്കുക എന്നുള്ളതാണ്. ആ 1 ഇയർ കണ്ടിന്യൂസ് ആയിട്ടിരുന്ന് പഠിച്ച് ആണ് നമ്മളിത് നേടേണ്ടത്. കാരണം കോമ്പറ്റീഷൻ എന്ന് പറയുന്ന ഒരു കാര്യം വരും. ഞാൻ പിള്ളേരോട് പറയുന്നുണ്ട്, നിങ്ങൾ ഒരു മണിക്കൂർ നിങ്ങളൊന്ന് റെസ്റ്റ് ചെയ്താൽ തൊട്ടപ്പുറം ഇരിക്കുന്ന വേറെ ഒരാൾ നിങ്ങളുടെ അടുത്ത് കോമ്പീറ്റ് ചെയ്യുന്നയാൾ അപ്പുറം ഇരുന്ന് 1 മണിക്കൂർ പ്രിപ്പയർ ചെയ്യുക. ആ ഒരു തോട്ട് പ്രോസസ്സ് എപ്പോഴും നമ്മുടെ മനസ്സിൽ വേണം. സോ മെയിൻസിൻ്റെയും ഇൻ്റർവ്യൂവിൻ്റെയും മാർക്ക് വെച്ചിട്ട് നിങ്ങളുടെ ഫൈനൽ റിസൾട്ട് വരുന്നു. ആ ഫൈനൽ റിസൾട്ടിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ പേരുണ്ടായിരിക്കണം. അത് വേണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ രീതിയിലുള്ള ഒരു പ്രിപ്പറേഷൻ നിങ്ങൾ അവലംബിച്ചാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റും. തോമസ് സ്കൂൾ ഓഫ് സിവിൽ സർവീസസ് കോട്ടയത്താണ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഞങ്ങൾ കഴിഞ്ഞ 3 വർഷമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. 2003 തൊട്ട് ഉള്ള 22 വർഷത്തെ സിവിൽ സർവീസസ് ഫീൽഡിലെ എക്സ്പീരിയൻസ് എനിക്കുണ്ട്. സിവിൽ സർവീസ് പരീക്ഷയെക്കുറിച്ച് ഇനി ഫർദർ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യാം. കൂടുതൽ അറിവുകളും കൂടുതൽ ഇൻസൈറ്റും ഒക്കെ ആയിട്ട് അടുത്ത പോഡ്കാസ്റ്റിൽ നമുക്ക് കാണാം. അടുത്ത പോഡ്കാസ്റ്റ് വരെ ഗുഡ് ബൈ. താങ്ക് യു.